കൃത്യമായി ഇടഭാഗത്ത് ശ്രദ്ധിച്ചാൽ ചെറിയൊരു ഇവിടെ ഏതാണ്ട് ഇബ്രാഹിം മക്കാമിന്റെ ആ ഒരു കൂട് പോലുള്ളൊരു വെള്ളം കാണാം. ചെറിയ എല്ലാരും കണ്ടോ? ആ ബ്രിഡ്ജിന് മേലെയായി 2-3 ലൈറ്റ് ഒക്കെ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ മേലെ മുന്നിൽ നമ്മുടെ ഇടഭാഗത്തായി സഹോദരങ്ങളെ, യമനിലെ രാജാവായ അബറഹത്ത് വിശുദ്ധമായ കഅബ തകർക്കുന്നതിനു വേണ്ടി ആനപ്പടയുമായി വരികയും അല്ലാഹു സുബ്ഹാനഹു വ തആല തീക്കല്ലുമായി അബാബീൽ പക്ഷികളെ പറഞ്ഞയച്ച് അബറഹത്തിനെയും സൈന്യത്തെയും നശിപ്പിക്കുകയും ചെയ്ത ചരിത്രം നിങ്ങൾക്ക് സുപരിചിതമാണ്. ആ ചരിത്ര സംഭവത്തിന് സാക്ഷിയായ സ്ഥലം, അബറഹത്തിനെയും ആനപ്പടയെയും അല്ലാഹു തആല തീക്കല്ല് വർഷിപ്പിച്ച് നശിപ്പിച്ച സ്ഥലം മുസ്ദലിഫയുടെയും മിനയുടെയും ഇടയിലുള്ള സ്ഥലമാണ്. വാദി മുഹസ്സർ എന്നും വാദി നാർ എന്നും ചരിത്രത്തിൽ അറിയപ്പെടുന്നു. അവിടെ അള്ളാഹുവിൻ്റെ അദാബിൽ നിന്ന് കാവൽ ചോദിക്കുകയും വാഹനത്തിലാണെങ്കിലും കാൽനടയായിട്ടാണെങ്കിലും അതിവേഗത്തിൽ സഞ്ചരിക്കുകയും വേണമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. കാരണം അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങിയ സ്ഥലമാണ് ആ സ്ഥലം. അല്പം മുമ്പോട്ട് പോയാൽ നമുക്ക് വാദി മുഹസ്സർ കാണാവുന്നതാണ്. നാം ഇപ്പോൾ മിനയുടെ അവസാന ഭാഗത്താണ്. ജംറ മുതൽ മിന ആരംഭിച്ചു. ഇപ്പോൾ മിനായുടെ എൻഡിലാണ് നാം ഉള്ളത്. അത് കഴിഞ്ഞ് ഉടനെ മുസ്ദലിഫയിൽ എത്തുന്നതിന് മുമ്പായി കാണുന്ന ഒഴിഞ്ഞ സ്ഥലമാണ് വാദി മുഹസ്സർ, വാദി നാർ എന്നും പറയപ്പെടുന്നു. അവിടെയാണ് അബ്രഹത്തിനെയും ആനപ്പടയാളികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തീക്കല്ല് വർഷിപ്പിച്ച് നശിപ്പിച്ചു കളഞ്ഞത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅ്കൂൽ. വിശുദ്ധ ഖുർആനിൽ പ്രത്യേകം നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഇടഭാഗത്ത് കാണുന്ന ആ ഒഴിഞ്ഞ സ്ഥലം ഇതാണ് വാദി മുഹസ്സർ, വാദി നാർ. മുസ്ദലിഫയുടെ ബോർഡ് കാണുന്ന സ്ഥലത്തിനും മിനയുടെ അവസാനത്തിനും ഇടയിലുള്ള സ്ഥലം. മുസ്ദലിഫ ആരംഭിച്ചു. ഇവിടം മുതൽ മുസ്ദലിഫ ആരംഭിക്കുകയായി. മുസ്ദലിഫയിലെ മെട്രോ ട്രെയിനിന്റെ സ്റ്റേഷനിന്റെ താഴ്ഭാഗത്തു കൂടിയാണ് നാം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധമായ ഹജ്ജ് വേളയിൽ ദുൽഹിജ്ജ 9-ാമത്തെ
ദിവസം അറഫയിൽ നിന്ന് ഏതാണ്ട് വൈകുന്നേരം അസ്തമയത്തോടുകൂടി ഉത്തമമായ സമയം കഴിഞ്ഞ് ആളുകൾ നേരെ തിരിച്ചുകൊണ്ട് താമസിക്കുന്നത് മുസ്ദലിഫയിലാണ്. ആഭ്യന്തര ഹാജിമാർ, സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഹാജിമാർ, നെജ്മയിൽ നിന്നടക്കം വരുന്ന ഹാജിമാർ താമസിക്കുന്ന ടെന്റുകൾ സ്ഥിതി ചെയ്യുന്നത് മുസ്ദലിഫയിലാണ്. ദുൽഹിജ്ജ 9 കഴിഞ്ഞ 10ാമത്തെ രാവ് അഥവാ പെരുന്നാൾ രാവ് മുസ്ദലിഫയിൽ താമസിക്കൽ ഹജ്ജിന്റെ വാജിബാത്തുകളിൽപ്പെട്ടതാണ്. മുസ്ദലിഫയിൽ നിന്നാണ് മിനയിലെ ജംറകളിൽ എറിയുന്നതിനാവശ്യമായ കല്ലുകൾ ശേഖരിക്കുന്നത്. മുസ്ദലിഫയിൽ നിന്ന് ശേഖരിക്കലാണ് സുന്നത്ത്. മിന, മുസ്ദലിഫ, അറഫ ഇതെല്ലാം പ്രത്യേകമായ സ്ഥലപരിധികളാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇരുവശങ്ങളിലായി നീല നിറത്തിൽ കാണുന്ന കെട്ടിടങ്ങൾ മുഴുവനും ഹജ്ജ് വേളയിൽ ഹാജിമാർക്ക് പ്രാഥമിക കർമ്മം നിർവഹിക്കുന്നതിനാവശ്യമായ ബാത്റൂമുകളാണ്, താൽക്കാലിക ബാത്റൂമുകൾ.